അവിടെ മത്തിന്റെ അക്ഷരത്തിന് ശംസ്. അങ്ങനെയാണ് തജ്വീദിന്റെ നിയമം. പിന്നെ മത്തിന്റെ അക്ഷരങ്ങൾക്ക് ശേഷം സുക്കൂനും അംസിയും വരുമ്പോഴാണ് എന്ത് ചെയ്യുക, കൂടുതൽ നീട്ടി ഉച്ചരിക്കേണ്ടത്. ഇവിടെ വമാ എന്നുള്ളത് ഒരു പദവും അതറാക്ക എന്നുള്ള ഒരു പദമായതുകൊണ്ട് ഇവിടെ നിർബന്ധമൊന്നുമില്ല, അത് നീട്ടി ഉച്ചരിക്കലാണ് ഉത്തമം. മത്ത് മുൻഫസിൽ എന്നാ പറയാം. വമാ അതറാക്കമ യൗമുദ്ദീൻ. യൗമ ഹുമ്മ ഇതിന് ശ്രദ്ധയുടെ ഇടം കൊടുത്തിട്ട് പറയണം. മാ പറഞ്ഞെ അതറാക്കമ യൗമുദ്ദീൻ. യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ അല്ലേ തൻവീൻ. ആ തൻവീൻ ശേഷം ലാഭം മണിക്കാതെ ചേർത്തി പറയണം. നഫ്സുൻ ലിനഫ്സിൻ ചെയ്യാൻ ഇത് ഔപേക്ഷമായിട്ട് പറയണം. ചെയ്യാം സീനുള്ള ചിഹ്നുണ്ട്. നിർത്തലേക്ക് നിർത്താതെ പോകലാണ് ഉത്തമം. വൽ അംറു യൗമഇദിൻ ലില്ലാഹ്. ഓക്കേ. വമാ ഹും അൻഹാ ബിഗായിബീൻ. വമാ അദ്റാക മാ യൗമുദ്ദീൻ. യൗമ ലാ തഖുമ്മ മാ അദ്റാക മാ യൗമുദ്ദീൻ. യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ശൈആ. നഫ്സുൻ ലിനഫ്സിൻ ശൈആ. വൽ അംറു യൗമഇദിൻ ലില്ലാഹ്. വമാ ഹും അൻഹാ ബിഗായിബീൻ. വമാ അദ്റാക മാ യൗമുദ്ദീൻ. ثم ما أدراك ما يوم الدين. يوم لا تملك نفس لنفس شيئا. يوم لا تملك نفس لنفس شيئا. والأمر يومئذ لله. وما هم عنها وما أدراك ما يوم الدين. يوم لا تملك نفس لنفس شيئا والأمر يومئذ لله. ശരി, അനിപ്പാത്തൊന്നും
ഈ സൂറത്ത് അവസാനിക്കുകയാണ്. ഏതായാലും നമ്മൾ ഇങ്ങനെ പറഞ്ഞത് ഓർത്തൊക്കെ കാണി. പിന്നെ പരലോകം അന്നത്തെ ദിവസം ഇങ്ങനെ മുന്നിൽ കാണുന്നു അല്ലേ? അല്ലെ, എന്താണ്, ആകാശം ഇങ്ങനെ പൊട്ടിപ്പിളയാണ്, നക്ഷത്രങ്ങൾ ഇങ്ങനെ ഉതിർന്നു വീഴാണ് അല്ലെ, പിന്നെ സമുദ്രം ഇങ്ങനെ തടച്ചു മറിയാണ്, കബറുകളിലുള്ളവർക്ക് ഇങ്ങനെ എന്ത് ചെയ്യാണ്, നമ്മളൊക്കെ പുറത്തേക്ക് വരും. അന്ന് നമ്മൾ എന്ത് ചെയ്യും? ഓരോ ദിവസവും നമ്മൾ ചെയ്തത് അന്ന് നമ്മൾ ചെയ്തതൊക്കെ നമ്മൾ മുൻകൂട്ടി ചെയ്തതൊക്കെ നമ്മൾ അറിയും. ചെയ്യാത്തതും എന്തൊക്കെയാണ് അവസരം കിട്ടിയിട്ടും ചെയ്യാതെ മാറ്റി വെച്ചത് എന്നുള്ളതും അറിയുന്നുണ്ട് അല്ലേ? എന്നിട്ട് നമ്മളോട് ചോദിക്കാം, മനുഷ്യ, അന്നെ ആരാ വഞ്ചിച്ചത് അല്ലേ? നിന്നെ സൃഷ്ടിച്ച് നിനക്ക് ഈ കോലം തന്ന് എല്ലാവിധ അനുഗ്രഹങ്ങളും തന്ന ആ റബ്ബിനെ നിഷേധിച്ച് ജീവിക്കാൻ നിന്നെ വഞ്ചിച്ചു കളഞ്ഞ ശക്തി എന്താണ്? ആരാ എന്നെ പറ്റിച്ചത് അല്ലെ? എന്നിട്ട് പറഞ്ഞു, ഇതിന് എന്ത് ചെയ്താലും അതൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ഒക്കെ പറയാം. എന്ത് ഇവിടുന്ന് എന്തും പറയാം, ഓരോ ദിവസം പറഞ്ഞതൊക്കെ ഇങ്ങനെ മാറ്റി പറയാം. മാറ്റി പറയാനുള്ള തെളിവാണ്. ഇപ്പൊ നമ്മളീ പള്ളിക്കൊക്കെ ആരെങ്കിലും ഇങ്ങനെ വന്നിട്ടൊരു വണ്ടി എടുത്തോണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞാൽ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയും. പക്ഷെ അപ്പോഴാങ്ങനെ പേര് ആ CCTV-ന്റെ ആ ഇതെടുത്ത് ഇങ്ങനെ കൊട്ടാരാ എന്താ പറയാൻ പറ്റുക? വരുന്നതും പോണോ ഒക്കെ ആളെന്നെയാണ്, ശരിക്ക് കാണുകയാണ്, പച്ചയായി കാണുകയാണ്. അപ്പൊ എന്ത് ചെയ്യാണ്? അവിടെ ഒന്നും പറയാൻ, അതാ പറയുന്നത്. എന്നിട്ട് അല്ല പറയാണ്, അങ്ങനെ അതൊക്കെ മനസ്സിലാക്കി നന്മ ചെയ്താൽ സുഹൃതവാൻ എവിടെയായിരിക്കും? സുഖാനുഗ്രഹത്തിന്റെ. എന്താ സ്വർഗത്തിന്റെ പ്രത്യേകത? എന്തും കിട്ടും, എന്താണ് ആഗ്രഹിക്കുന്നത് അത് മുഴുവൻ കിട്ടും. നല്ല പിലാവ്, നല്ല ചക്കുണ്ട്, പക്ഷെ മുകളിലാണ്. എന്താക്കുക മക? എന്താക്കുക? കയറാൻ പറ്റൂല, മഴ വഴിക്കലും അല്ലേ, കയറാനിട്ട് ആളെ കിട്ടണില്ല. വയസ്സുമായില്ലേ? കേറിയ ചിലപ്പം പണ്ടത്തെ മാലൊന്നും എന്ത് ചെയ്യൂല, അവിടെ പാടില്ല. അപ്പൊ ഏതായാലും നമ്മളിങ്ങനെ പൂതി വെച്ച് നിൽക്കാന്നല്ലാതെ ഒന്നും പറ്റില്ല. പക്ഷെ അവിടെ പൂതി വെച്ചാൽ എന്ത് ചെയ്യും? പൂതി വെച്ച സാധനം നമ്മളെടുത്ത് ഇങ്ങോട്ട് വരും. സ്വർഗം എന്താണ്? സ്വർഗം ഒക്കെ ഇങ്ങോട്ട് വരികയാണ്. ഇത് നമ്മൾ തേടി അങ്ങോട്ട് പോകണം. വേണ്ടേ? നല്ലൊരു ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞാൽ ഹോട്ടൽ അങ്ങോട്ട് പോകണം. ഇവിടെ അങ്ങോട്ട് പോകണം. മറ്റേതോ നമ്മളെ ആഗ്രഹം നമ്മളെ തേടി ഇങ്ങോട്ട് വരും. എന്നാൽ തമ്മാടികൾ അവരെവിടെക്കാലം കത്തിച്ചൊലിക്കുന്ന നരകത്തിലായി, ജഹീമിലായി. അവിടെ എന്താ? പ്രതിഫല നാളിന്റെ ദിവസം അവരതിൽ കടന്ന് കരിയും, കത്തിയെരിയും. നരകത്തെ പറ്റിയിട്ടാ പറയുന്നത്. ദിവസവും നമ്മൾ ചോദിക്കണം. ഖുർആൻ ഓതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ്. ഓരോ ഓത്തിലും എന്ത് ചെയ്യണം? സുജൂദിന്റെ ഏരിയ വരുമ്പോ സുജൂദ് ചെയ്യണം. അനുഗ്രഹം പറയുന്നോടത്ത് നിർത്തിയിട്ട് അള്ളാഹിനോട് ചോദിക്കണം. എന്ത്? പഠിച്ചോനെ ഈ പറഞ്ഞ അനുഗ്രഹമൊക്കെ തന്നെ. നരകത്തെ പറ്റി പറയുന്ന ഏരിയ വരുമ്പോ നിർത്തിയിട്ട് പഠിച്ചോനെ ഇതിനെ രക്ഷപ്പെടുത്തണേ. സ്വർഗം ഇങ്ങനെ അതിന്റെ ഗുണങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോ നിർത്തിങ്ങാണ്ട് പഠിച്ചോനെ സ്വർഗം തരണേ. പക്ഷെ നമുക്ക് നിർത്താനും അറിയില്ല. അപ്പൊ എന്താ? ഇതെന്താ ഓതുന്ന അറിയാത്തോണ്ടാണ്. ഇത് ഏത് ഭാഗത്തു കൂടി അപ്പൊ പോണത്? അനുഗ്രഹമാണോ ശിക്ഷയാണോ? അങ്ങനെ പോകാണ്. എവിടെ നിർത്തട്ടോ അറിയില്ല. തിലാഹുണ്ടെങ്കിൽ അറിയാം, നമുക്ക് അറിയണ്ടേ. അല്ലെങ്കിൽ കുല്യാൽമാരി ലാഭത് മാത്രം അത് നിർന്നിട്ട് കിട്ടൂലല്ലോ. തിരിഞ്ഞു മറിഞ്ഞു ഒരാൾ നായിപ്പിക്കോന്നിട്ട് തന്നെ പറഞ്ഞ അള്ളാഹുവാനായിട്ടില്ല, അധികമൊന്നുമല്ല. ഓതി ലാഭത് മാത്രം ലാഭത്ത് തിരിച്ചു മറിച്ചു തീർത്താനാണ് വേണ്ടേ. പടച്ചനെ മായിരിക്കുക. വേഗത്തെ ആൾക്കാരൊക്കെ വേദാറെ കുറിച്ച് നിർത്താനും പറ്റൂലല്ലോ. അതിന് ഒരുക്കം പറഞ്ഞതേ
നിസ്കാരം അവസാനിപ്പിക്കുക. നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് ചെങ്ങായി അതിന്റെ ബാക്കി അതൊന്നുമല്ല ചേട്ടാ ഓടിക്കണേ ഒയന്നാവും. അവസാനം ഇപ്പം പറയണ ഓൻ പറഞ്ഞു ഞാൻ അത് പറഞ്ഞോണ്ട് അതേക്കിലാണ് കുഞ്ഞു. അല്ലെങ്കിൽ ഇപ്പൊ ആയാലും ഞാൻ പറഞ്ഞ ആദ്യത്തോണ്ടാണ് മാത്രം അർത്ഥം കൂടി അറിയുമ്പോ കുറച്ചും കൂടി നമുക്കൊരു എന്തുണ്ടാവും, ഹൃദയ സാന്നിധ്യം ഉണ്ടാവും അല്ലെ. അള്ളാഹു കൂടുതൽ പഠിക്കാനുള്ള അവസരം തെരുമാറാൻ പറ്റും. ശരി, ഏതായാലും അത് പറയാണ് അവരതിൽ കത്തി എരിയും നരകം കാണാം സഹിക്കാൻ. അതുകൊണ്ടല്ലേ വിശ്വാസികളുടെ സ്വഭാവം പറഞ്ഞത് റബ്ബന സിരിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ. അർച്ചോനെ നരകത്തെ തൊട്ട് ഞങ്ങളെ എത്തിയണം, നീ അകറ്റണമേ. അത് തീരാ നഷ്ടം. ദുഷിച്ച ആളുകളുടെ താവളവും പാർപ്പിടവുമാണത്. നിരന്തരം വിശ്വാസം. ഒരു ദിവസം ഇതിനകത്ത് 3 വട്ടം പർച്ചോനെ നരകത്തെ തൊട്ട് നീ കാക്കണേന്ന് പറഞ്ഞാൽ ഒരു നരകം നിഷിദ്ധമാണ്. 3 വട്ടം പഠിച്ചാൽ അള്ളാഹു പിന്നെ അജംനീമിനാണ് അല്ലേ. അതേപോലെ തന്നെ അള്ളാഹു എന്നെ നീ സ്വർഗത്തിൽ പ്രവേശിക്കണേ എന്ന് പറഞ്ഞാൽ 3 വട്ടം ഒരു സ്വർഗം നിർബന്ധമായിരുന്നു. അതൊക്കെ പ്രാർത്ഥിക്കണം. ഇനി അല്ലെങ്കിൽ ഈ പ്രാർത്ഥന മാത്രം വേറൊരു പണിയില്ല. ഇത് ഒറ്റമൂല്യല്ല. ഈ പ്രാർത്ഥന മാത്രം വേറൊന്നുമില്ല. അതൊക്കെ എന്ത് ചെയ്യണ്ട, വിചാരിക്കണ്ട. ചെയ്യും വേണം. എന്നിട്ട് എന്ത് ചെയ്യണം, പേടി വേണം. എന്ത് നരകത്തെ തൊട്ട് പേടി നല്ലോണം ഉണ്ടാവണം. മനസ്സിലായില്ലേ? പരലോകത്തെ പേടി ഉണ്ടാവണം. ഇപ്പൊ ഇബ്രാഹിം നബിനെ ഓർക്കുന്ന സമയമാണ്, ഹജ്ജിന്റെ സമയല്ലേ. ആ ഇബ്രാഹിം നബി എന്താ നോക്കിയാൽ കുറെ 19 പ്രാർത്ഥന ഉണ്ട് ഇബ്രാഹിം നബിക്ക് ഖുറാനില്. 19 പ്രാർത്ഥനകൾ. 6 പ്രാർത്ഥന സൂറത്ത് ബഖറയിൽ, 6 പ്രാർത്ഥന സൂറത്ത് ഇബ്രാഹിമിൽ, 6 പ്രാർത്ഥന സൂറത്തു ശുഅറായിൽ, 1 പ്രാർത്ഥന സൂറത്തു സ്വാഫാത്തിൽ. ഇതിങ്ങനെ നോക്കി അങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ ഇതിൽ അധികവും ഭൂരിഭാഗം പ്രാർത്ഥന എന്താണ്? പരലോകത്ത് രക്ഷപ്പെടാനാണ്. അതാണ് ഒന്നിട്ടില്ലേ സൂറായിലെ ഒരു പ്രാർത്ഥന, കേട്ട പ്രാർത്ഥന വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അർസന വസലാത്തിലെ ആദവരെ ഇങ്ങനെ വായിക്കുമ്പോൾ അവിടെ ചില വസലാക്കരുത്. ആര്? അള്ളാന്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞ ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുക, പറഞ്ഞ പണി മുഴുവെടുക്കുക. എന്റെ പറഞ്ഞത് മുഴുവനും ചെയ്യുന്നുണ്ട്. ആ ഇബ്രാഹിം നബി ഇതിനെ അവിടെ വസലാക്കരുത് എന്ന് പറയുന്നത് നമ്മളെ കാര്യം ആലോചിച്ചാൽ മതി. അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തിരല്ലേ. അപ്പൊ നരകണ്ട, അപ്പൊ പേടി എത്ര ചെയ്താലും പേടി ഉണ്ടാവണം. നരകത്തെ തൊട്ട് പരലോകത്തെ തൊട്ട് പേടിന. അതാണ് അവിടെ കത്തിയെരിയും എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് പറഞ്ഞ ആരെ കത്തിയെരിയ? തൊട്ടുമോള് പറഞ്ഞു ഫുജ, തമ്മാടികൾ. ഏറ്റവും വലിയ തമ്മാടിത്തം എന്താ? അള്ളാഹു അല്ലാത്ത ആരാധിക്കുക. ഇത്രയും നമ്മള് പാചകങ്ങളെല്ലാം നിങ്ങളെ മക്കൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ അവിടെ ഇവിടെയൊക്കെ പോയി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നിങ്ങളെ മക്കൾക്കും പേരക്കുട്ടിയും കുടുംബത്തിൽ ഇങ്ങനെ ഉണ്ടാക്കി തിന്നാനൊക്കെ കൊടുക്കുക. ഇപ്പാ നിങ്ങളെ വിളിച്ചില്ല. നിങ്ങളെ വിളിച്ചിട്ട് പകരം നിങ്ങളെ മക്കളും കുട്ടികളും ഒക്കെ ഇപ്പാന്ന് വിളിച്ചിരുന്നത് അനീഫാക്കാനെ. എന്താ നിങ്ങൾ അതുകൊണ്ട് വയസ്സായിട്ട് വയസ്സുള്ള സമയത്ത് നിങ്ങൾ നല്ല സമയത്ത് നിങ്ങളാണ് അരി ചോറും കഞ്ഞി എന്ത് ഹോസ്പിറ്റൽ എന്താ പറഞ്ഞു കൊടുക്കണ മുഴുവൻ എന്താ നിങ്ങളാ കൊടുക്കണേ. നിങ്ങളെപ്പാന്ന് വിളിച്ചില്ല. വിളിക്കണക്കാരെ ഇന്ന് അനിപ്പാക്കാൻ്റെ ഒരു ഗ്ലാസ് വെള്ളം കിട്ടുന്നില്ല. അള്ളാ തരുന്ന മുഴുവനും ഇവിടെ വിളിച്ചതായിരിക്ക. അള്ളാഹു അല്ലാത്തവരോട് ഓലേക്കൊന്നും ഒരു വഴക്ക് കിട്ടുന്നില്ല. അത് നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാവോ? ഉണ്ടാവില്ലേ? അപ്പൊ നോക്കിയാൽ അള്ളാന്റെ അവസ്ഥ അല്ലേ. എന്നാലും അള്ളാഹ് അവസരം തരികയാണ്. മരണത്തിന്റെ മുമ്പ് എന്തിനാ മതി?
നിങ്ങൾ ക്ലിയർ ആക്കണം. പക്ഷെ എപ്പോഴാ മരണം എന്ത് ചെയ്യാൻ പറ്റൂല, പറയാൻ പറ്റൂല എപ്പോഴാ മരണം. അതിന്റെ മുമ്പ് ഈ ആദർശം എന്ത് ചെയ്യണം, ഉറപ്പിക്കണം. അങ്ങനെ ആയാലേ അല്ലേ. നോക്കി എന്നിട്ടാണ് പറഞ്ഞത്, അതിൽ ഒന്നാഹും അവരല്ല, ആര് ആ നരകത്തിൽ കത്തിയെരിയുന്ന അവരല്ല, ഒന്നാഹും അവരല്ല, അൻഹ അതിൽ നിന്നും, ഏതിൽ നിന്ന്, ആ നരകത്തിൽ നിന്നും വിട്ട് കടക്കുന്നത്. ക്ലാസ് കൂടാനായിട്ടോ നല്ല അദ്ദേഹത്തിൽ വന്നാൽ ഇരുത്തേറ്റും അല്ലേ, അതിനുവേണ്ടി പോലില്ലേ എന്നാലും വന്നല്ലോ. ശരി, അപ്പൊ എന്താ വായിപ്പ് എന്ന് പറഞ്ഞാ വിട്ട് കളക്കുന്നില്ല. അതിന് ഒരാളും അതിന് വിട്ടുമാറുന്നവരല്ല. ഇന്ന് ഈ ഇനി നരകത്തിന് എങ്ങനെയെങ്കിലും കഴിച്ചിലാവുന്നത് ചെയ്യണ്ട, ഉണ്ണാതിരിക്കാനാണ് ചെയ്യേണ്ടത്. ആൾക്കാർ ഇപ്പൊ തോന്നും തൊളവരെ ഇവനെ പിന്നെ ഭാര്യ വീടിന്റെ അവിടുത്തെ ഞാൻ അവിടെ ഒരു 8 കൊല്ലൊക്കെ കൂത്തുപാറുന്നുണ്ട്. അപ്പൊ ഒരാളിനോട് പറഞ്ഞതാണ് പല്ലല്ലോ, മൗലവി നിങ്ങൾ ഇങ്ങനെ പറഞ്ഞമായിരുന്നല്ല, അവിടെ നിന്നൊക്കെ ഞാൻ എന്ത് ചെയ്യും, പഠിച്ചോലേക്കൊക്കെ ഞാൻ കഴിച്ചിലാവും, എന്റെ തൊള്ളക്കാലം. അപ്പൊ എന്താന്ന് ചോദിച്ചാൽ എന്താ പറഞ്ഞോ, ഇപ്പൊ തന്നെ മുമ്പ് ഈ ഇതാണ് ഈ പിന്നെ സ്ഥല കച്ചവടം ഉണ്ടല്ലോ, ഞാനാണ് പറഞ്ഞ് പാറ ചാറാക്കിയ വാങ്ങലാണ്. എന്നാ മാതിരി ഞാൻ അവിടെ എന്ത് ചെയ്യും, ഓരോരുത്തരും മനസ്സിലാക്കും. അപ്പൊ ഇങ്ങോട്ട് ഉദാഹരണം പറഞ്ഞതാണ്. ഇപ്പൊ നമ്മളെ കബറിന് ഇന്നോട് പറഞ്ഞിട്ടില്ലേ, കബറ് കൊണ്ടുപോയി ഇറക്കി നമ്മൾ നിങ്ങൾ പോരുമ്പോഴേക്ക് മലക്കാള് വരില്ലേ, മലക്കാള് വരുമ്പോ തന്നെ ഞാൻ ഓരോട് ചോദ്യം അങ്ങോട്ട് ചോദിച്ചു, എന്തെന്നാ നിങ്ങൾ ആരാ ചോദിച്ചു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നിങ്ങളെ ചോദ്യം ചെയ്യാൻ വന്നതാണ്. അപ്പൊ ഞാൻ അപ്പോ ഞാൻ ഓരോട് പറയും. അപ്പൊ ഇപ്പൊ 2 ആൾക്കാർ വന്ന് ചോദിച്ചു പോയല്ലോ. അപ്പൊ മലക്കാള് ചോദിച്ചൂലേ, ആ ചോദിച്ചോ, എന്നായിക്കോട്ടെ അത് പോകും. ഓരോരുത്തരുടെ മനസ്സാണ് ഫുള്ളില്ലേ, ഫുള്ളുണ്ട് എല്ലാം ഫുള്ളാണ്. അപ്പൊ എന്താന്നോ ഇങ്ങനെ കഴിച്ചിലാകാൻ അത് വളർന്നു. റസൂലുള്ളാഹിന്റെ മോളോട് വരെ പറഞ്ഞത് എന്താ, പല കുട്ടി അല്ലേ, സ്വർഗത്തേക്ക് പോണെങ്കിൽ പണിയെടുത്തോ അല്ലേ. മാത്രല്ല അവരതിന് റെഡി ആയിരിക്കുന്നു. ഞാൻ അങ്ങനെ ആലോചിച്ചു, നബിന്റെ മരണത്തിന്റെ അവസാന സമയത്ത് ഫാത്തിമ ബീവിനെ ഇങ്ങനെ വിളിച്ചിട്ട് ചോട്ടിലൊരു കാര്യം പറഞ്ഞില്ലേ, എന്ത് അല്ലേ, ഇപ്പാരെ ഒരു കാര്യം പറയുമ്പോ കാര്യം. അതെ, രണ്ടാമത് ഒന്നും കൂടി സ്വകാര്യം പറഞ്ഞു. അപ്പൊ എന്താ ഇത് തിരിച്ചു. ആദ്യം പറഞ്ഞെന്തായിരുന്നു, ഒന്നാമത്തത് അല്ലേ. ഒന്നാമത്തത് പറഞ്ഞത് ഞാൻ മരിക്കാനായിക്കണ്, എന്റെ ഏറെക്കുറെ എന്റെ ദൗത്യമൊക്കെ പൂർത്തിയാക്കണു, ഇപ്പൊ അപ്പുറത്ത് മരിക്കും. പ്രവാചകന്റെ മരണശേഷം പിന്നെ നമ്മളെ കുടുംബത്തിൽ നിന്ന് ഇപ്പാന്റെ അടുത്തേക്ക് ആദ്യം വരാരാ, ചുരുക്കി പറഞ്ഞ ഇനി അടുത്ത മരിച്ചത് ആരാ, ഇജ്ജേക്കാരൻ. അപ്പൊ ചിരിച്ചു എന്നാ ഇങ്ങോട്ട് നോക്കി നമ്മളെ കുട്ടിനെ വിളിച്ച് പറയാണ്, എന്ത് ഇപ്പൊ മരിച്ചാനയക്കണം കേട്ടോ. ഇനി രണ്ടാമത് അടുത്തത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇനി മരിച്ചത് ആരാ, ഇജ്ജാക്കാരെന്ന് നമ്മളെ മക്കളോട് പറഞ്ഞ എന്തേക്കാരക്കാണ് ഒരൊറ്റെണ്ണം തരൂ. നിങ്ങൾ ഏതായാലും മത്സ്യങ്ങൾ ഇഞ്ചി കൂടി എന്തിനാ, പക്ഷെ അതെന്താ ചിരിച്ചു നടത്താ, ഒരുങ്ങിക്കണേ, അതിന് ഒരുങ്ങിക്കാണ്. എപ്പോ പിടിച്ചോട്ടെ ഞാൻ പിന്നത്തെ സുഖള്ള ജീവിതത്തിക്കാണ് അല്ലേ. അബൂബക്കറക്ക അല്ലലും അൽപ്പലും ഒന്നുമില്ല, ഉണ്ടോ? ഒരു കുളപ്പണിയില്ല, ഒരു കൃഷിപ്പണിയില്ല, ഉണ്ടോ? ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ വേറെ സ്വയം വരുന്നത്, ഒരു സ്വയലും ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കണേ, ഒരു രണ്ടെണ്ണാറില്ല, വേദനകളില്ല, വണ്ടിമന്ന് മുക്കലില്ല, മനസ്സിലായില്ലേ? സത്യവിശ്വസിക്ക് മരണം സന്തോഷാണല്ലോ. ഈ കണ്ട കാലം വരെ ഇങ്ങനെ ആഗ്രഹിച്ച് നിന്ന് ഉൾക്കെടുത്തല്ലേ.
അതാണ് അതുകൊണ്ടാണ് ഒരു സന്തോഷിക്കുന്നത്. എന്തുകൊണ്ട് നമുക്ക് ആ സന്തോഷം മരണത്തെ ഇപ്പൊ നമ്മളിങ്ങനെ ഡോക്ടർക്ക് ഇങ്ങനെ നമുക്ക് എന്തൊക്കെ അവിടെ ഇവിടെ വേദനയൊക്കെ കാണാൻ ഡോക്ടർക്ക് ഇങ്ങനെ ചെന്നു. ആ ഡോക്ടർ ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ വെച്ചാ ഒറ്റക്കാ പോന്നിട്ടുള്ളത്. ആരുമില്ലേ നിങ്ങളുടെ കുടുംബത്തിൽ ആരുമില്ലേ? ഇല്ല. എന്നാ നമ്മളെ ആരും ഒരാളെ വിളിച്ച് വരുത്തി അപ്പൊ ഇങ്ങനെ നമ്മളത് കഴിഞ്ഞു അല്ലേ? പിന്നെ വിളിച്ചുകൊണ്ട് ഓരോട് എന്തൊക്കെ സ്വകാര്യം പറഞ്ഞു. മൂപ്പര് ആ ഡോക്ടറുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നവരെ നമുക്ക് ഇതുണ്ടാവില്ല, സമാധാനം ഉണ്ടാവും. എന്തൊക്കെയാലും പറഞ്ഞിട്ട് അങ്ങനല്ലേ? അതാണ് ഇത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ? അപ്പൊ എന്താണോ അപ്പൊ ആ നരകത്തിൽ നല്ല പർവമാവും അവരല്ല അതിൽ നിന്നും വിട്ടുമാറുന്നവരല്ല. ആ നരകത്തിൽ നിന്ന് ഒരു നാവ് കൊണ്ടോ നമ്മുടെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടോ കുതന്ത്രം കൊണ്ടോ രക്ഷപ്പെടുകയില്ല. അന്നത്തെ പ്രത്യേകത ബാക്കി നേരത്തെ പറഞ്ഞ കിതാബുകളെ സംസാരിക്കാം അല്ലെ? സത്യം പറയുന്ന ഗ്രന്ഥം, കൈകാലുകൾ സത്യം പറയാം. ഈ സമയം ഇവിടക്കുള്ള ഓരോന്നും പറയും. എന്ത് ഇത്രയും സമയം നിന്റെ വചനങ്ങൾ പഠിക്കരുന്നു നമ്മളങ്ങനെ പറയും. ആലോചിച്ചൊക്കെ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പോരാ പറ്റില്ല. സിൽക്ക് ചെയ്തുകൊള്ളോ അവർ അതിൽ നിത്യവാസികളായിരിക്കും. അള്ളാഹു സിൽക്ക് ചെയ്യുന്നവരിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ഇത് എവിടെയാണ്? യൗമദ്ദീൻ. എന്നിട്ട് അള്ളാഹ് പറഞ്ഞത് വമാ അദ്റാക നബിയെ നിനക്കെന്തറിയാം മാ ഒന്നിനെ പറ്റി യൗമുദ്ദീൻ പ്രതിഫല നടപടിയുടെ ദിവസം യൗമുദ്ദീൻ അല്ലേ? ഇത് അർത്ഥം അങ്ങനെയല്ലേ അല്ലേ? മാലിക് യൗമുദ്ദീൻ അല്ലേ? പ്രതിഫല നടപടിയുടെ ദിവസം. ഇതെന്താ കിട്ടുക? അതാണ് നമുക്ക് കുറെ ഓഫർ. ഇപ്പൊ അറഫാ നോമ്പ് വരികയാണ്. എന്താ അറഫാ നോമ്പിന്റെ കൂലി? കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ 2 കൊല്ലത്തെ കൂലിയാണ്. 2 കൊല്ലത്തെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ മാത്രം പ്രതിഫലം കിട്ടുന്ന ഒരു സംഗതിയാണിത്. ഒരു നോമ്പ് നോറ്റാൽ 70 വർഷം ദൂരത്തേക്ക് നമ്മൾ അകറ്റി നിർത്തും. സാധാരണ നോമ്പല്ല പറയുന്നത് അല്ലെ? ഒറ്റക്ക് പേര് നിസ്കരിച്ച ഒരു കൂലി, അത് 10 അല്ലേ? ഒരു നന്മക്ക് 10 പ്രതിഫലം. അത് ജമാഅത്തായി നിസ്കരിച്ചാലോ 27 ഇരട്ടി. അപ്പൊ നമുക്ക് പെരീന്ന് നിസ്കരിച്ച 10 ഉറുപ്പിക കിട്ടും. നാളെ പള്ളിക്ക് നിസ്കരിച്ചാലോ 270 ഉറുപ്പിക കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കാണ്. അപ്പപ്പ തരികയാണതാ. ഇതൊക്കെ തരാനറില്ലേ? അള്ള തരാനറിയ ഇന്ന വാദമായി അള്ളാന്റെ വാഗ്ദാന സത്യല്ലേ അല്ലേ? അപ്പൊ അള്ള തരും. നമ്മളിപ്പോ പെരീത നിസ്കരിച്ച് സലാം വീട്ടിനോട് കൂടി മലക്ക് ഒരു കവറ് തരികയാണ്. എന്ത് ഇന്നത്തെ കൂലി എത്ര? 10 ഉറുപ്പിക. കാരണം നിങ്ങൾ എവിടെ നിസ്കരിച്ചത്? അതേ നിസ്കാരം ഇവിടെ ആണെങ്കിലോ സലാം വിട്ട 270 ഉറുപ്പിക ചക്കാ തരിക. നിങ്ങൾ എവിടെ നിസ്കരിച്ച? നിങ്ങൾ ഇടക്കിടക്ക് അറിവ് പോകും. കാരണം 1 ലക്ഷം 1 ലക്ഷം മിനിറ്റോട് കൂട്ടിയോ കാണി 10 ഇല്ലേ? ഒരു കൊല്ലത്തിന്റെ അടുത്തൊക്കെ ഒരു കാരണം ഒരു 10 ദിവസം അവിടെ ഓരോ 10 കിട്ടിയ അത് ഒരു സാധാ സുന്നത്ത് നിസ്കാരത്തിനാണ് 1 ലക്ഷം. അപ്പൊ അത് 227 എത്തിയാവുമ്പോ അതിന്റെ ലക്ഷം നോക്കിയോ കാണി. അവിടെ പോയിട്ട് കുറ്റം ചെയ്യണമെന്നില്ല. അവിടെ കള്ളന്മാരും മറ്റുള്ള പിന്നെ നിങ്ങളെ അങ്ങനെ ആകാതെ മതി. അങ്ങനെ പോണില്ല. ഈ അച്ഛന് വിസർത്തുകാണ്ട് അത് വേറെ പോലെ. അത് പോട്ടെ, നമ്മൾ അങ്ങനത്തെ വൈകല്യം ചിന്തിക്കണില്ല. ചെയ്യണം.
ആരാ ചെയ്യാത്തത്? നിങ്ങളെ പാണ്ടിക്കാട്ടേരി ചെയ്തെന്താണോ ഞാൻ കഴിഞ്ഞ ഒരു റമദാന് കണ്ടത്? ചീട്ട് കളിച്ചിട്ട് പാണ്ടിക്കാട് സ്റ്റേഷനിൽ നിന്ന് 10 ആൾക്കാരെ വിളിച്ചു. 27 രാവിലെ പാണ്ടിക്കാട് സ്റ്റേഷനിൽ പത്രത്തിലായിരുന്നു. അതിലുണ്ട് 7 മുസ്ലിങ്ങൾ. ഞാൻ പാണ്ടിക്കാടാണ് അതിന്റെ വാർത്തന്റെ മെയിൻ ഇരിക്കുന്ന പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിലാണ് വിളിച്ചിട്ടുള്ളത്. ഇങ്ങോട്ട് നോക്കിയ ഹലാലും ഹറാമില്ലാത്തവർക്ക് എന്താ ഒക്കെ ഹലാലല്ലേ? അത് ഓർക്കെന്ത് പള്ളി, ഓർക്കെന്ത് അങ്ങാടി? ഇത് നാളെ ചോദ്യം ചെയ്യുന്നുള്ളതുകൊണ്ടല്ലേ അള്ളാഹു പറഞ്ഞില്ലേ മിന്നൈന ഇക്തസബത വഫീമ അൻഫഖത. എടാ നീ 1 രൂപ എവിടുന്ന് പിന്നെ സമ്പാദിച്ചു, നീ അത് എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് ചോദിച്ചിട്ട് ഉത്തരം പറയാതെ ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യസ്അല അൻ അർബാ ഖിസാല. 4 കാര്യം ചോദിച്ചിട്ട് ഉത്തരം കൊടുക്കാതെ ഒരു കാല് മുന്നോട്ട് പോകില്ല. എന്നിട്ട് പിന്നെ വിചാരണക്ക് പിന്നെയാണ് അതിലൊന്ന് രണ്ടെണ്ണതാ സമ്പത്ത, പിന്നെ നമ്മുടെ ഇൽമാണ് എന്തിനു വേണ്ടി ഉപയോഗിച്ചു, നമ്മുടെ യുവത്വം എന്തിനു വേണ്ടി ഉപയോഗിച്ചു. ഇതാണ് പ്രധാനപ്പെട്ട 4 ചോദ്യം. അത് കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത സ്റ്റെപ്പ്, അത് പ്രാഥമിക ചോദ്യമാണ്. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ആ വിചാരം ഉണ്ടായതുകൊണ്ടാണ് ഒരു 100 രൂപ അങ്ങനെ കണ്ടെങ്കിലും നമ്മളെ കണ്ണ് അവർക്ക് അത് കണ്ടു എന്നല്ലാതെ നമുക്ക് അവൻ എടുക്കാൻ തോന്നൂല. പറമ്പിലൊക്കെ താഴെ പേസ് ഇങ്ങനെ കണ്ടാൽ പോലും എടുക്കാൻ പറ്റില്ല. എടുത്ത് നമ്മളൊരു നന്മ ചെയ്യണത് നമ്മൾ കൂട്ടും. മാത്രമല്ല അത് എടുത്ത പിന്നെ അവകാശങ്ങൾ കൊടുക്കണം, അലിക്കുണ്ടാവൂലേ, അതുകൊണ്ട് തന്നെ തൊടൂല. അവരാണ് എടുക്കാതെ അങ്ങനല്ല, അവിടെ അങ്ങനെ നന്മ ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് വെച്ചാല് ഇങ്ങനെ കിട്ടുന്ന 270 ഒക്കെ ഓരോന്നും പറഞ്ഞു വെച്ചിക്കണ്. ആ പറഞ്ഞത് അള്ളാഹ് എന്ത് ചെയ്യും? അള്ള തരും. എവിടുന്ന്? നമ്മളാ ചാക്ക് ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കപ്പോ ആ ചാക്ക് കിട്ടിങ്ങനെ തെരിപ്പിച്ചിക്ക. ആ ചാക്കിന് നമ്മള് പൊട്ടിച്ചെടുത്ത പക്ഷെ ചാക്കിന് ഓട്ടാകുണ്ടോ നോക്കിയാൽ മതി. ചിലപ്പോ ഒരു ഓട്ടാകരുത്, ഒന്നായിട്ട് പോകും. എങ്ങനെ ഓട്ടാകുക? ചെതലൊക്കെ തിന്നു. എങ്ങനെ? നിങ്ങളിപ്പോ അങ്ങനെയാണ്. നിങ്ങള് ഇപ്പൊ രണ്ടാൾ പിന്നെ 2 പാടെ കൂടി ഇങ്ങനെ അങ്ങോട്ട് പോകാണ് കൊടശ്ശേരി പോകുമ്പോ പിന്നെ നമ്മളാ മറ്റേ ആളുണ്ടല്ലോ മുമ്പിൽ ഉണ്ടാവും. സ്വഭാവം അറിയോ? ഒരു പറഞ്ഞ അതാണ് നിങ്ങളെ കുറാവാസ അങ്ങനെ പോയിട്ടുണ്ടാവും. അതിങ്ങനെ മറ്റാളിക്ക് ഇങ്ങനെ പോകും. അതാണ് അത് വല്ലാതെ നമ്മളൊക്കെ കാത്തു രക്ഷിക്കുന്നതാണ്. ശരി, ഇത് തരുന്ന അപ്പൊ യൗമുദ്ദീൻ ഇതൊരു പ്രയോഗമാണ്. എന്ത്? ഇങ്ങനെ കുറെ ഖുർആനിലുണ്ട്. എന്ത്? ചോദ്യം ചോദിക്കുക. ആരാ ചോദിക്കണത്? അത് തന്നെ. അതിന്റെ ഉത്തരം തന്നെ അള്ള പറ. ഇങ്ങനെ ഒരു ഖുർആന്റെ ഒരു ശൈലിയാണ്. മനസ്സിലായില്ലേ? നബിയെ താങ്കൾക്ക് എന്തറിയാം? പ്രതിഫല നടപടിയുടെ ദിവസം എന്ന് പറഞ്ഞാൽ അതിന്റെ ഗൗരവമാണ്. ഒന്നും കൂടി പിന്നെയും പ്രതിഫല നടപടിയുടെ ദിവസം എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെ? 2 വട്ടം പറയാ. എന്നിട്ട് അതിന്റെ ഉത്തരം അല്ല തന്നെ പറയാണ്. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണോ? യൗമ, അതൊരു ദിവസാണ്. ലാ തംലികു, ഉടമപ്പെടുത്തുകയില്ല. മലക ഉടമപ്പെടുത്തുക. അല്ലേ? നഫ്സുൻ, ഒരു ആത്മാവും, ലി നഫ്സിൻ, മറ്റൊരു ആത്മാവിന് വേണ്ടി, മറ്റൊരാൾക്ക് വേണ്ടി, ചെയ്യാവുന്നു. ഒരാളും ഒരാൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റാത്ത, ഉടമപ്പെടുത്താൻ, ചെയ്തു കൊടുക്കാൻ പറ്റൂല. ഒരു ഉപകാരം കൈകാര്യകർത്ത എന്താ? അന്ന് ഒരാൾക്ക് ഇപ്പൊ ഇവിടെ കണ്ട നമ്മളൊരാള് എന്തെങ്കിലുമൊക്കെ അസുഖമായി നാം എന്ത് ചെയ്യും? നോക്കി ഇപ്പൊ നമ്മൾ ആചകായി ഇവിടെ പോന്നിട്ടില്ല. ഒരു മുഹമ്മദ് 36 കോടി ഇനി ഒരു കൊല്ലം കടന്നു നിൽക്കണം.
അവ മോചിപ്പിക്കും. അത് സർക്കാരിന്റെ അപ്പൊ നോക്ക് തൂക്കിക്കൊല്ലാൻ വിട്ടതാണ് അല്ലേ? പക്ഷെ നമ്മൾ ആരും അറിയാത്തതാണ്. നമ്മൾ ആ ഒരു വെള്ളിയാഴ്ചയുടെ ഒരു പിരിവ് നടത്തിയിരുന്നത് അന്നാ അതുണ്ടായിരുന്നു. ഇങ്ങനെ മാറിയാണ് ലക്ഷങ്ങൾ ഇങ്ങനെ നമ്മളിങ്ങനെ കേറുന്നില്ലായിരുന്നു പൈസ, ഇങ്ങനെ ലക്ഷങ്ങൾ ഇങ്ങനെ കയറുക. കുറച്ച് കഴിഞ്ഞപ്പോ പറഞ്ഞു ഇനി ആരും ഉണ്ടാ സംഗതി പൂർത്തിയായി. ഇപ്പൊ തന്നെ എത്ര ലക്ഷം ബാക്കി അല്ലേ? എത്ര ബാക്കിയാണ് അല്ലേ? 36 കോടിയാണ് അല്ലേ? കോടിയാണ്. ആരാ കൊടുത്തേ? നമ്മളെ പോലെ കേരളത്തിൽ ആരും ജീവിതത്തിൽ കാണാത്ത ആളാ ഒരാള്. ഒരു അടങ്ങാറാകാന്ന് പറഞ്ഞപ്പോ അല്ലേ? ഇപ്പൊ കണ്ട മെസ്സേജ് ഒക്കെ വരുന്നു, ഇത്തര കോടിയുടെ അല്ലെങ്കിൽ ഇത്തര ലക്ഷത്തിന്റെ ഒരു ചെറിയൊരു അസുഖമുണ്ട്, പ്രശ്നമുണ്ട്, സഹായിക്കണം എന്ന് പറയുമ്പോ കൊടുക്കാൻ എന്തുണ്ട്? ആള് റെഡിയാണ്. ഇവിടുന്ന് അങ്ങനെ സഹായിക്കാൻ ഇഷ്ടം പോലെ ആളുണ്ടാവും. ഒരു ഉപകാരം അന്ന് ചെയ്തത് എന്തൊക്കെയുണ്ടാവില്ല, ഇതൊക്കെ തന്നെ നമ്മൾ ചെയ്തതുണ്ടാവും. പിന്നെ സൂറത്ത് യാസീൻ പോലെ എന്താ നമ്മളുടെ അവശിഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത് ബാക്കിയാക്കി വെച്ചത്. അതാണ് ഇത് ഇപ്പൊ ഈ പള്ളിയായിപ്പെട്ടതാ. കാരണം ഇടക്കിടക്ക് പറയുന്നതാ ഇതുപോലെയുള്ള സംഗതികൾ അല്ലെ? സ്വതക്കത്തും ജാരിയായിട്ട് ഒന്നുമില്ല. നല്ല മഴക്കാലൊക്കെയാണ്. ഒരു മരം ഒരു പിലാത്തച്ച് കുഴിച്ചിട്ടാ മതി, അത് നമുക്ക് കിട്ടണ ആ ഒരു കൂലിയോട് കൂടി. ഒരു പിലാത്തച്ച് കുഴിച്ചിട്ടു, അതിങ്ങനെ വളർന്നു വലുതായി. അതില് പക്ഷികൾ കൂട് കൂട്ടിയാൽ കൂലിട്ടു. അതില് ചക്കണ്ടായി, പക്ഷികൾ തിന്നുന്നുണ്ട്, ആളുകൾ തിന്നുന്നുണ്ട്. യാത്രക്കാരായ ആളുകൾ, പല ആളുകളും അതിന് തോട്ടിൽ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ എന്തുണ്ട്? ഇതൊക്കെ എങ്ങനെ പോകുന്നത്? കുറ്റം പറഞ്ഞ പോവും, അത് വേറെ പോവും, എടുത്തു കൊടുക്കും. അതിനാണ് അതോടല്ലേ പറഞ്ഞത് റസൂൽ പറയാ എന്താ? രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ളതും രണ്ട് തുടയെല്ലുകൾക്കിടയിലുള്ളതും കൂടെ സൂക്ഷിക്കുന്ന എന്താ? ടിക്കറ്റ് പിടിച്ചോളിക്കണം. അത് കുറച്ച് അടങ്ങാറാണ് ഇത് സൂക്ഷിക്കാൻ. പോകും എങ്ങനെ? ഇതേപോലെ നമ്മൾ കൊല്ലുതാക്കൊന്നും വേണ്ട, ചെയ്യൊന്നും വേണ്ട. നമ്മൾ വാക്കുകൊണ്ട് നോവിച്ചാൽ മതി. പറഞ്ഞാലേ ഇനി നിങ്ങളെ പറ്റി ആചാരെ പറ്റിയിട്ട് ഔക്കറൊക്കെ പറയുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ ചെയ്തത് മുഴുവൻ കിട്ടിങ്ങനെ വരുന്നുണ്ടോ? അടുത്ത ഓരോ ദിവസം അതുകൊണ്ടാ പറഞ്ഞത് എന്ത്? ഇങ്ങള് എന്താ? ഓരോ ദിവസം വിചാരണ നടത്തണം, ഓരോ ദിവസം തൂക്കണം. നമ്മളിങ്ങനെ വൈകുന്നേരം കിടക്കുമ്പോഴൊക്കെ ഇപ്പൊ നിങ്ങൾ നോക്കുക, അടക്കാപ്പ എത്രയൊക്കെ അവിടെ എന്തൊക്കെ പണിക്കാർക്കൊക്കെ എത്ര കൂലി കൊടുത്തു കണക്ക് ഇങ്ങനെ എഴുതി വെക്കും. പക്ഷെ അമലിന്റെ കണക്ക് ആരെഴുതിയിട്ടുണ്ട്? ചിലപ്പോ റമദാനിലൊക്കെ നോക്കും, ഇന്നിച്ചിപ്പോ ഫുള്ള് ജമാഅത്ത് കിട്ടിക്കണോ, ഇന്ന് ഞാൻ എല്ലാ റവാത്തിലും നിസ്കരിച്ചിട്ടുണ്ടോ, ഇന്ന് ഇത്ര കുറ, അത് റമദാന് നിൽക്കും. നമ്മൾ ഒരു ദിവസം നോക്കിയാൽ ഇന്നിന്റെ ഓരോ ദിവസവും കടക്കണിന് മുമ്പ് നമ്മൾ ഓരോ ദിവസം നമ്മളൊന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് നോക്കിയാൽ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ഇന്ന് എനിക്ക് എത്ര ജമാഅത്ത് കിട്ടി, ഇന്ന് എത്ര റവാത്തിബ് കിട്ടി, ഇന്ന് ഞാൻ ഖുർആൻ പാരായണം ചെയ്തോ? ഇത്തരം കാര്യങ്ങൾ ആര് ശ്രദ്ധിക്കുന്നുണ്ട്? ആലോചിക്കേണ്ട വിഷയല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ നേരത്തെ ഫാത്തിമ ബീവിന്റെ കഥ പറഞ്ഞ പോലെ നമുക്കൊരു പേടി ഉണ്ടാവില്ല, ആ ഒരു സൂക്ഷ്മത ഉണ്ടാവും അല്ലേ? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ഇതാണ് പറയുന്നത്, അന്ന് ആരും എന്തില്ല, നമ്മൾ ചെയ്തതേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞത് ഏത്? സ്വതക്കത്തും ജാരി ഉണ്ടാവും, നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടാവും.
നമ്മുടെ മക്കളെ നമ്മൾ നല്ലതൊക്കെ ആക്കിക്കണമെങ്കിൽ എന്തുണ്ട്? ഇപ്പൊ നമ്മുടെ മദ്രസ പ്രസ്ഥാനം മദ്രസ തുടങ്ങുന്ന സമയമാണല്ലോ. ഇപ്പൊ തുടങ്ങിയല്ലോ. നമ്മൾ നാളെ മുതൽ സ്കൂൾ തുടങ്ങുന്നതാണ്. നമ്മുടെ മദ്രസക്ക് സ്കൂൾ 8ാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ മദ്രസക്ക് വല്ല ഇങ്ങനെ പിൻവലിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താണോ, നമ്മളെ കുട്ടിക്ക് നമ്മളൊരു ഖുർആൻ പഠിക്കാനൊക്കെ കൊടുത്തു. ആ കുട്ടി ഖുർആൻ പാരായണം ചെയ്യുമ്പോ ആ കുട്ടീനെ വിട്ടീന് നമുക്ക് കൂലിയിട്ട്, ആ കുട്ടിയെ പഠിപ്പിക്കുന്ന ഉസ്താദിന് കൂലിയിട്ട്, ആ കുട്ടിക്ക് കൂലിയിട്ട്. പക്ഷെ ഇതൊന്നും കുട്ടിയാണൊക്കെ ചെയ്യണമെങ്കിലും ആ കുട്ടിന്റെ കൂലിക്ക് ഒരു കുറവും വരുത്തൂല. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തന്നു. ആ പ്രാർത്ഥന പഠിപ്പിച്ചെന്ന ഈ ഖുർആൻ ക്ലാസ് അല്ലെങ്കിൽ ഇങ്ങനെ ഈ പഠന സംരംഭം തുടങ്ങാൻ വേണ്ടി പണിയെടുത്തവർക്ക് ഒരു കൂലി കിട്ടും. മനസ്സിലായില്ലേ? അത് പഠിപ്പിച്ച എനിക്ക് കിട്ടും, ചെയ്തങ്ങൾക്കും കിട്ടും. ആർക്കും വന്നെത്തിയൂല, ഒരു കുറവും വരുത്തൂല. അത് നമ്മൾ ഇങ്ങനെ എന്തോ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മരണശേഷം എന്ത് ചെയ്യും? ഇപ്പൊ നോക്കി നമ്മൾ അതിനൊന്ന് മനസ്സിലായി. ഇപ്പൊ നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾ എന്ത് ചെയ്യുന്നു, ചില ആളുകൾ ഇങ്ങനെ പേരെടുത്ത് ഇങ്ങനെ വിളിക്കുന്ന, ആ പേരെടുത്ത് വിളിക്കുമ്പോ അവര് ചെല്ലും. എന്നിട്ട് താജും മിനൽ ജന്ന, സ്വർഗത്തിലെ ഒരു കിരീടം പോൽക്കണ്ട അണിയിച്ചു കൊടുക്കും. ചില പ്രവാചകന്മാർക്ക് കിട്ടാത്തതാണത്. അതേപോലെ തന്നെ ചില ഔലിയാക്കൾക്ക് കിട്ടാത്തതാണ് എന്ത് ചെയ്യണേ. അപ്പൊ ഒരു ചോദിക്കും, എന്തിനാ മതിയാണത്? പറയും, അതെ അന്റെ കുട്ടികളെ കൂടാൻ പഠിപ്പിച്ചു, അതിനനുസരിച്ച് ജീവിച്ചു, അതിനാണ്. അതിനൊക്കെ കുറച്ച് മുമ്പ് കേട്ടിട്ടുണ്ട്. ഇപ്പൊ നെഞ്ച് വരുന്നില്ല. ഇനിയുണ്ട് നമ്മുടെ പേരക്കൂട്ടിയാൽ നമ്മളതിന് അവസരം കൊടുക്കണം. പേര് മനസ്സിലായില്ലേ? 2, അള്ളാഹു നന്മ തിന്മകൾ ഇങ്ങനെ തൂക്കുമ്പോ കുറച്ച് കുറവാണ്. നേരത്തെ പറഞ്ഞാല് അവിടെ ചെന്നിടാൻ നോക്കില്ല, ലേശം ഇങ്ങനെ കുറവാ. തിന്മയാണ് എന്ത് ചെയ്യണേ? തിന്മ ഇങ്ങനെ കനം കൂടിക്കുക നോക്കി 2 ഉഹുദ് മലയോളം പ്രതിഫലം ഇങ്ങനെ വരുന്നുണ്ട്. ആ എന്ത് ചെയ്യും? നന്മയുടെ തുലാസുകൾ വന്നു, അങ്ങോട്ട് കൂട്ടാവും, അങ്ങോട്ട് കാണിക്കും. അപ്പൊ ഒരു കണ്ണു തുറിച്ചിട്ട് ചോദിക്കും, എങ്ങനെ? അപ്പം എന്റെ നല്ല മക്കളെ, അനക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചതായി വന്നത് 2 ഉഹുദ് മലയോളം ചെയ്യണം. അപ്പൊ ഇങ്ങനെ കുറെ വരും നമുക്ക്. അപ്പൊ അതല്ലാതെ നാളെ പരലോകത്ത് എന്തില്ല? വേറെ ഒന്നുമില്ല. അതാ അന്ന് ഒരാൾക്കും ഒന്നും, എത്ര ലക്ഷക്കണക്കിന് ഉറുപ്പിണ്ടായിട്ടും ബാങ്ക് ബാലൻസ് ഒരു കാര്യമല്ല. അത് ആർക്കുമാണ് എന്റെ പൈസ വേണ്ട അല്ലേ? അന്ന് ഒരാൾക്കും ഒന്നും ഉടമപ്പെടുത്തില്ല. അതിന്റെ ഉദാഹരണമാണ് ഇബ്രാഹിം നബി വരെ, മുത്തുനബി വരെ കാര്യങ്ങൾ അല്ലേ? ഒരടങ്ങാറാക്കാൻ സംസ്കാരത്തിലൊക്കെ പ്രാർത്ഥന. എന്നിട്ട് നോക്കാം, അന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം ഇല്ലേ? അന്നത്തെ ദിവസത്തെ കൈകാര്യകർത്തൃത്വം, അന്നത്തെ മുഴുവൻ എന്താണ്? ഉടമപ്പെടുത്തല് ആർക്കാലില്ല, അന്ന് നിയന്ത്രിക്കാന. അതുകൊണ്ടല്ലേ ഒന്ന് വിചാരണ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് എന്ത് ചെയ്യണേ? ഒരാൾക്ക് അള്ളാഹിനോട് പറയാൻ വയ്യ. അതാണ് ഇപ്പൊ നമ്മൾ ബാങ്ക് കൊടുത്തിട്ട് നമ്മൾ പ്രാർത്ഥിച്ചത്. എന്ത്? അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദൻ അൽ വസീലത വൽ ഫർദ. നമ്മൾ ഓരോ വക്തിലും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മുസ്ലിങ്ങൾ പറയാണ്, ഞങ്ങളെ നബി മുത്ത് നബിക്ക് ആ ശ്രേഷ്ഠ പദവി നീ കൊടുക്കണം. ഏതാ പദവി? ഇപ്പോഴും നമ്മൾ അതാ പറഞ്ഞത്. ആ പദവി ഏതാ? നമ്മളൊന്ന് വിചാരണക്ക് എടുക്കാം. അതല്ലാതെ അള്ളാഹിന്റെ അടുത്ത് ചെല്ലാൻ നമ്മൾ കണക്കുമ്പോ ചെല്ലില്ലേ? ചെല്ലില്ലേ? ആരാ ചോദിക്കാൻ? ആരുമില്ല. ഒരാൾക്കും ചെല്ലാൻ വിചാരണക്ക് എടുക്കാനാ പറഞ്ഞത്. അതിന് ചോദിച്ചാ അങ്ങനെ സുജൂദി കിടക്കുന്നല്ല നമ്മൾ പഠിച്ചത്. അപ്പോഴാണ് അള്ളാഹ് മുഹമ്മദ് നബിയെ തല പൊക്കി, എന്താ ആവശ്യം? പഠിച്ചോനെ എന്റെ ജനതയെ എന്ത് ചെയ്യും? ഒന്ന് വിചാരണ വിളിച്ചു. അന്നത്തെ ദിവസത്തിന്റെ ആർക്ക് അന്ന് ബേജാറുള്ളൂ?
അക്രമികൾക്കുള്ള അല്ലാത്തവർക്ക് കണ്ണ് ഇമ വെട്ടുന്ന സമയം കൊണ്ട് ആ സമയം കഴിഞ്ഞു പോകുന്ന അല്ലേ? അന്നത്തെ മുഴുവൻ കൺട്രോൾ അള്ളാഹുവിനായി. അല്ലേ? അവിടെ രക്ഷപ്പെടണം. അതാണ് ആ പ്രതിഫല നടപടിയുടെ ദിവസം. ആ പ്രതിഫല നടപടി എന്ന് പറഞ്ഞാൽ അനീതി ഇല്ലാത്തതാണ്. അതാണ് യൗമുദ്ദീൻ ഉള്ളത്. ഇവിടെ ഇപ്പൊ ഒരു നാട്ടിൽ നിങ്ങളെ കൊടശ്ശേരിയിൽ ഒരു പ്രസ് ഉണ്ടായി അല്ലേ? ഞാനാണ് പ്രസക്കാരന്. ഞാൻ ആദ്യം നിങ്ങളോട് വന്ന് നിങ്ങളൊന്നാണ് പറഞ്ഞോ മുഴുവൻ കുറ്റത്തോടും തിരുത്താം. എന്നാലും നിങ്ങളോട് ആദ്യം പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ ആരവാകാക്കുക അല്ലേ? ന്യായം മുഴുവനും മൂപ്പരിക്കാം. ഞാൻ മൂപ്പരിക്കെതിരെ കേസോട് കളിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ എന്താ ചെയ്യുക? ഇന്റെ ആദ്യം പറഞ്ഞ നമ്മളെ പാർട്ടിക്കാരാണോ കഥ നോക്കുക. അവിടെ എത്തില്ല, പാർട്ടി ഇല്ല, ആളെ നോക്കൂല, ഒന്നും നോക്കൂല. ഇപ്പൊ കണ്ടില്ലേ അവിടെ ഇപ്പൊ കണ്ടില്ലേ ഒരാളെ കൊന്നു. ഇപ്പൊ അഫാൻ കണ്ടില്ല, അപ്പൊ അത് മരിച്ചോ? മറ്റേ ചങ്ങായി തിരുവനന്തപുരത്തെ ഒരു അത്യാസന്റെ നിലയിലാന്നൊക്കെ പറഞ്ഞ പദ്ധതി കാണാം. അല്ലെ? എത്രത്തിനെ കൊന്നേ? 5 എണ്ണത്തിന്റെ ഒരുമിച്ച് കുത്തില്ലേ? അല്ലേ? ഇനി മോന് ഒരു ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് ശിക്ഷ എന്താ? 5 ആളെ കൊന്നിന് ഓനെ കൊല്ലാനേ പറ്റുള്ളൂ. 5 വട്ടം കൊല്ലാൻ കഴിയില്ലല്ലോ. ഇപ്പൊ നെതന്യാഹു 8 എണ്ണത്തിനെ കൊന്നിപ്പിച്ച് കൊല്ലാനുള്ള അല്ലേ? ഞാൻ ഉദാഹരണം ഇങ്ങനെ ഈ 100 എണ്ണത്തിനെ കൊന്ന ആൾക്ക് 100 രൂപത്തിൽ അതേ ശിക്ഷ കൊടുക്കാൻ എവിടെ പറ്റുള്ളൂ? അതിന്റെ ഓരോ കണക്കനുസരിച്ച്. അതാണ് പ്രതിഫല നടപടി. അനീതിയില്ലാത്ത രാജ്യം, നാട്. നമ്മളെ അപ്പൊ ഇതാണ് ഈ ആയത്തുകളിലൂടെ പറയുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത് നമ്മൾ മുത്തഫിഫീൻ സൂറത്ത് മുത്തഫിഫീനാണ്. അടുത്ത ആഴ്ച നമ്മൾ ഇനി പെരുന്നാൾ 2ാം പെരുന്നാളൊക്കെ അല്ലേ? ഹനീഫാക്ക പോത്തർച്ചയൊക്കെ തിന്നുന്നത് അല്ലേ? അപ്പൊ അന്ന് 2ാം പെരുന്നാളല്ലേ? അന്ന് നടക്കോ? അതെ, ആരുണ്ടാവില്ല, ഞാനുണ്ടാവില്ല, എല്ലാരും അന്നൊന്നും ഇവിടെ ഉണ്ടാവില്ല. അല്ലേ? അടുത്ത ആഴ്ച നമുക്ക് പെരുന്നാൾ ഒഴിവാക്കാം. എന്തെങ്കിലും അന്നേരം ടൂറൊക്കെ അതൊക്കെ പറ്റില്ല. അതൊക്കെ ഒരു പറഞ്ഞല്ലേ? ഇത് നോക്കി നമുക്ക് നിർത്താം. والأمر يومئذ لله. الله سبحانه وتعالى നമ്മുടെ പ്രതിഫലം നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം നൽകുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾക്ക് അല്ലാഹു ശിഫയും ആരോഗ്യവും ശമനവും നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വർഷം ഹജ്ജിന് പോയിട്ടുള്ള കുറേ ആളുകളുണ്ട്. അല്ലാഹു അവർക്കൊക്കെയും അക്കപോലും മക്ബൂലുമായ ഹജ്ജ് നിർവഹിക്കുവാനുള്ള ആരോഗ്യവും ആഫിയത്തും അല്ലാഹു പ്രദാനം നൽകുമാറാവട്ടെ. ആ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി പറ്റുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ആ രാജ്യത്തിനും അല്ലാഹു സഹായം നൽകുമാറാവട്ടെ. ആ പുണ്യഭൂമിയിൽ പോയി ഒരു ഹജ്ജ് നിർവഹിക്കുവാൻ, ഒരു ഉംറ നിർവഹിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും മുമ്പിൽ നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ എത്തിപ്പെടുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا